വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് മെഡീവൽ ഇന്ത്യ ആണ്. മെഡീവൽ ഇന്ത്യയിൽ നമ്മൾ ഡൽഹി സുൽത്താനേറ്റ് എന്ന് പറയുന്ന ഭാഗം നമ്മൾ ഓൾറെഡി ക്ലാസ് കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ മുഗൾ സാമ്രാജ്യത്തിൽ അക്ബർ വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത് നിർത്തിയത്. ഇന്ന് നമ്മൾ ജഹാംഗീർ തൊട്ടുള്ള ഭാഗങ്ങളാണ് പഠിക്കുന്നത്. അപ്പൊ ഇതിനു മുമ്പത്തെ ക്ലാസ്സുകൾ കാണാത്ത കുട്ടികളാണെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യാം. ഭംഗിയായിട്ട് നിങ്ങൾ അത് കണ്ടതിന് ശേഷം ഈ ക്ലാസ് കാണാം. അപ്പോഴായിരിക്കും കുറച്ചും കൂടെ ഭംഗിയായിട്ട് നിങ്ങൾക്ക് ഈ ക്ലാസ് ഫോളോ ചെയ്യാനായിട്ട് പറ്റുക. അപ്പൊ ക്ലാസ്സിലേക്ക് കടക്കാം കേട്ടോ. അപ്പൊ ജഹാംഗീറിനെ കുറിച്ചാണ് ഇന്ന് പഠിക്കണേ. അക്ബറിന്റെ മകനാണ് ജഹാംഗീർ. ജഹാംഗീറിന്റെ യഥാർത്ഥ നാമം എന്ത്, ശരിയായിട്ടുള്ള ജഹാംഗീറിന്റെ പേരെന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നൂറുദ്ദീൻ മുഹമ്മദ് എന്നാണ് അദ്ദേഹത്തിന്റെ ശരിക്കുള്ള പേര്. എന്താണ്? നൂറുദ്ദീൻ മുഹമ്മദ് എന്നാണ് ശരിയായിട്ടുള്ള പേര് കേട്ടോ. ആദ്യകാലങ്ങളിൽ, കുട്ടിക്കാലങ്ങളിൽ ഇദ്ദേഹത്തെ സലിം രാജകുമാരൻ എന്നും വിളിച്ചിരുന്നു. അപ്പൊ കുട്ടിക്കാലത്ത് സലിം രാജകുമാരൻ എന്ന് വിളിച്ചു. ഇനി അക്ബറിന്റെ മോനല്ലേ, അക്ബർ അദ്ദേഹത്തെ ഷെയ്ഖ് ബാബ എന്നും വിളിച്ചിരുന്നു. എന്താ അക്ബർ വിളിച്ചിരുന്നേ? ഷെയ്ഖ് ബാബ എന്നും അക്ബർ വിശേഷിപ്പിച്ചിരുന്നു. ഇനി ഇദ്ദേഹത്തിന്റെ പ്രത്യേകതകളാ പറയണത്. മുഗൾ സാമ്രാജ്യത്തില് നമ്മുടെ ജഹാംഗീർ ചക്രവർത്തിയായി മാറിയപ്പോഴാണ് മുഗൾ ചിത്രകല വളരെയധികം ഉന്നതിയിലെത്തിയത് എന്നാ പറയണത്. അപ്പൊ മുഗൾ ചിത്രകല ഉന്നതിയിലെത്തിയത് ആരുടെ ഭരണകാലത്താണ്? ജഹാംഗീറിന്റെ ഭരണകാലത്താണ്. ഇദ്ദേഹത്തെ ചിത്രകാരൻ, അതുപോലെ തന്നെ പൂന്തോട്ടക്കാരൻ എന്നൊക്കെ വിശേഷിപ്പിക്കുന്നുണ്ട്. അപ്പൊ ചിത്രങ്ങളും പൂക്കളും ഒക്കെ വളരെ ഇഷ്ടമായ ഒരു മുഗൾ ഭരണാധികാരിയായിരുന്നു. വളരെയധികം വളരെ പണ്ഡിതനായിട്ടുള്ള ഒരു ഭരണാധികാരിയാണ്. അതുപോലെ തന്നെ മദ്യപാനിയായിട്ടുള്ള ഒരു ഭരണാധികാരിയാണ്. അതുകൊണ്ട് തന്നെ മദ്യപാനിയായ പണ്ഡിതൻ എന്നറിയപ്പെടുന്ന മുഗൾ ഭരണാധികാരി ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും ആരുടെ പേരാ പറയാ? ജഹാംഗീറിന്റെ പേരാ പറയാ. ഈ ജഹാംഗീർ എന്ന വേർഡിന്റെ തന്നെ മീനിങ് എന്ന് പറഞ്ഞാൽ വിശ്വവിജയി എന്നാണ്. ജഹാംഗീർ എന്നാൽ വിശ്വവിജയി, ലോകം കീഴടക്കിയവൻ, ലോക ജേതാവ് എന്നൊക്കെയാണ് അർത്ഥം ട്ടോ. ഇനി ഇദ്ദേഹം മദ്യപാനി ആയിരുന്നു എങ്കിൽ കൂടി പുകവലി നിരോധിച്ചിരുന്നു. ഇദ്ദേഹത്തിന് ഇഷ്ടമല്ലായിരുന്നു. അപ്പൊ അദ്ദേഹം കൊട്ടാരത്തിലും സദസ്സിലൊക്കെ പുകവലി നിരോധിച്ച ഭരണാധികാരി കൂടിയായിരുന്നു. ഇദ്ദേഹത്തിന് ഭരണകാര്യങ്ങളിൽ ഇദ്ദേഹത്തെ സഹായിച്ചിരുന്ന അദ്ദേഹത്തിന്റെ പത്നിയാണ്. പത്നിയുടെ പേര് നൂർജഹാൻ. ചില ബുക്കുകളിൽ മെഹറുനിസ എന്നും കാണാണ്ട് രണ്ടും ഒന്ന് തന്നെയാണ്. നൂർജഹാൻ അഥവാ മെഹറുനിസ എന്ന് പറയുന്ന ലേഡിയായിരുന്നു ജഹാംഗീറിന്റെ വൈഫ്. ഈ ജഹാംഗീറിന്റെ ഭാര്യയ്ക്കും ഒരു വിശേഷണുണ്ട്. അവരെ ലോകത്തിന്റെ വിളക്ക് അല്ലെങ്കിൽ ലോകത്തിന്റെ വെളിച്ചം എന്ന് വിളിക്കുന്നു. അപ്പൊ ലോകത്തിന്റെ വിളക്ക് അല്ലെങ്കിൽ ലോകത്തിന്റെ വെളിച്ചം എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടിരുന്ന മുഗൾ ഭരണാധികാരിയായ ജഹാംഗീറിന്റെ പത്നിയുടെ പേരാണ് നൂർജഹാൻ അഥവാ മെഹറുനിസ. അപ്പൊ എന്താ പറഞ്ഞേ നമ്മള്? അക്ബറിന്റെ മകനാണ് ജഹാംഗീർ. അദ്ദേഹത്തിന്റെ ശരിയായിട്ടുള്ള നാമം നൂറുദ്ദീൻ മുഹമ്മദ് എന്നാണ്. ആദ്യകാലത്ത് സലിം രാജകുമാരൻ എന്നും അദ്ദേഹത്തെ അക്ബർ ഷെയ്ഖ് ബാബ എന്നും വിശേഷിപ്പിച്ചിരുന്നു. ജഹാംഗീർ എന്ന വേർഡിന്റെ അർത്ഥം തന്നെ വിശ്വവിജയി എന്നാണ്. അദ്ദേഹം വളരെ പണ്ഡിതനായിരുന്നു, മദ്യപാനിയായിരുന്നു, എന്നാൽ പുകവലി ഇഷ്ടമില്ലാത്ത ഒരു ഭരണാധികാരിയായിരുന്നു. ചിത്രകല വളരെയധികം ഇഷ്ടമായിരുന്നു, പൂന്തോട്ടങ്ങളോടൊക്കെ താല്പര്യം ഉണ്ടായിരുന്നു. അപ്പൊ ചിത്രകാരൻ, പൂന്തോട്ടക്കാരൻ എന്നൊക്കെ ഇദ്ദേഹത്തെ വിശേഷിപ്പിച്ചിരുന്നു. മുഗൾ ചിത്രകല ഏറ്റവും ഉന്നതിയിലെത്തിയത് ആരുടെ ഭരണകാലത്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജഹാംഗീറിന്റെ ഭരണകാലത്താണ്. ജഹാംഗീറിനെ ഭരണകാര്യങ്ങളിലൊക്കെ സഹായിച്ചിരുന്ന അദ്ദേഹത്തിന്റെ വൈഫിന്റെ പേര് നൂർജഹാൻ അഥവാ മെഹറുനിസ എന്നാണ്. അവരെ ലോകത്തിന്റെ വിളക്ക് അല്ലെങ്കിൽ ലോകത്തിന്റെ വെളിച്ചം എന്നൊക്കെ പേരിൽ അറിയപ്പെട്ടിരുന്നു. ഇനി അദ്ദേഹം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറേ അധികം പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്, അഞ്ചാമത്തെ സിഖ് ഗുരുവായ ഗുരു അർജുൻ ദേവിനെ വധിച്ചത് ആരാണ്? അഞ്ചാമത്തെ സിഖ് ഗുരുവായ ഗുരു അർജുൻ ദേവിനെ വധിച്ചത് ആരാണ്? ജഹാംഗീർ ആണ്. അഞ്ചാമത്തെ സിഖ് ഗുരുവായ ഗുരു അർജുൻ ദേവിനെ വധിച്ചത് ജഹാംഗീർ ആണ്. ഇനി അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇദ്ദേഹത്തിന്റെ കാലത്തെ ഒരു ഭരണ സംവിധാനമായിരുന്നു ജസ്റ്റിസ് ചെയിൻ അഥവാ നീതി ചങ്ങല. എന്താ ജസ്റ്റിസ് ചെയിൻ അഥവാ നീതി ചങ്ങല എന്ന് പറഞ്ഞാൽ? അതായത് നാട്ടിലുള്ള ജനങ്ങൾക്ക്, സാധാരണ ജനങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ചക്രവർത്തിയെ നേരിട്ട് കണ്ട് പരാതി ബോധിപ്പിക്കാൻ ഒരു സംവിധാനം ഉണ്ടായിരുന്നു. അതിനു വേണ്ടിയിട്ട് കൊട്ടാരത്തിന് പുറത്തായിട്ട് ഒരു മണി തന്നെ അദ്ദേഹം സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ മണി അടിച്ചു കഴിഞ്ഞാൽ
മണിയടിച്ച അനുവാദത്തോട് കൂടിയിട്ട് അകത്തോട്ട് കടന്ന് കൊട്ടാരത്തില് വന്ന് രാജാവിനെ നേരിട്ട് കണ്ട് ജനങ്ങൾക്ക് പരാതി ബോധിപ്പിക്കാനുള്ള ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. അതിനെ വിളിക്കുന്നതാണ് ജസ്റ്റിസ് ചെയിൻ അഥവാ നീതി ചങ്ങല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ. ഇനി ഇദ്ദേഹത്തിന്റെ കാലത്ത് ഇദ്ദേഹം ധാരാളം നിർമ്മിതികൾ നടത്തിയിട്ടുണ്ട്. അതിലെ 2-3 നിർമ്മിതികൾ നമ്മൾ നിർബന്ധമായിട്ടും പഠിക്കണം. ഒന്ന്, കാശ്മീരിലെ ഷാലിമാർ പൂന്തോട്ടം. അപ്പോ കാശ്മീരില് ഷാലിമാർ പൂന്തോട്ടം എന്ന് പറയുന്ന ഒരു പൂന്തോട്ടമുണ്ട്. അത് പണി കഴിപ്പിച്ചത് ജഹാംഗീർ ആണ്. അതുപോലെ കാശ്മീരില് നിശാന്ത് പൂന്തോട്ടമുണ്ട്. അപ്പൊ കാശ്മീരിലെ ഷാലിമാർ പൂന്തോട്ടമുണ്ട്, കാശ്മീരിലെ നിശാന്ത് പൂന്തോട്ടം. കാശ്മീരിലെ ഷാലിമാർ പൂന്തോട്ടം, കാശ്മീരിലെ നിശാന്ത് പൂന്തോട്ടം കൂടാതെ പഞ്ചാബിലെ പിഞ്ചോ പൂന്തോട്ടം, പഞ്ചാബിലെ പിഞ്ചോ പൂന്തോട്ടം, ലാഹോറിലെ മോത്തി മസ്ജിദ്, ലാഹോറിലെ മോത്തി മസ്ജിദ്, ഇതൊക്കെ പണിതത് ജഹാംഗീർ ആണ്. ഇതൊക്കെ നിർമ്മിച്ചത്, ഇതിന്റെയൊക്കെ നിർമ്മിതികളുടെ ലീഡർ ജഹാംഗീർ ആണ്. കാശ്മീരിലെ ഷാലിമാർ പൂന്തോട്ടം, കാശ്മീരിലെ നിശാന്ത് പൂന്തോട്ടം, പഞ്ചാബിലെ പിഞ്ചോ പൂന്തോട്ടം, ലാഹോറിലെ മോത്തി മസ്ജിദ് ഒക്കെ പണിതത് ജഹാംഗീർ ആണ് എന്ന് നിങ്ങൾ ഓർത്തു വെക്കണം. ഇനി ജഹാംഗീറിന്റെ കാലത്ത് വിദേശത്ത് നിന്ന് 2 കച്ചവട പ്രതിനിധികൾ ബ്രിട്ടനിൽ നിന്ന് ഇന്ത്യയിൽ എത്തുകയുണ്ടായി. ആദ്യം വന്നത് സർ വില്യം ഹോക്കിൻസ് എന്ന് പറയുന്ന വ്യക്തിയാണ്. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. 1609 ജഹാംഗീറിന്റെ കൊട്ടാര സദസ്സിൽ സർ വില്യം ഹോക്കിൻസ് വരികയാണ്. അദ്ദേഹം കച്ചവട പ്രതിനിധിയായിട്ടാണ് വന്നത്. പക്ഷെ ജഹാംഗീറിന് താല്പര്യം ഉണ്ടായില്ല. അപ്പൊ ജഹാംഗീർ അതിനോട് കച്ചവടം ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറയുകയും അദ്ദേഹം തിരിച്ചു പോവുകയും ചെയ്തു. ഇനി രണ്ടാമത് വീണ്ടും ഒരാൾ വരികയാണ്. വന്നത് 1615 അദ്ദേഹത്തിന്റെ പേര് തോമസ് റോ എന്നാണ്. തോമസ് റോ ഇവരെ രണ്ടുപേരെയും പറഞ്ഞയച്ചത് ജെയിംസ് ഒന്നാമനായിരുന്നു. അപ്പൊ രണ്ടാമത്തെ തോമസ് റോ 1615 വന്നപ്പോ അദ്ദേഹത്തിന് കച്ചവടത്തിന് അനുമതി കൊടുക്കുകയാണ് ജഹാംഗീർ. അതിനനുസരിച്ച് സൂററ്റിലെ ബ്രിട്ടീഷുകാരുടെ ആദ്യത്തെ ഫാക്ടറി അവര് പണിയാണ്. അപ്പൊ അതും കൂടി നമ്മളൊന്ന് ഓർത്തു വെക്കാം. മോഡേൺ ഇന്ത്യയുടെ ഭാഗമാണ്. അപ്പൊ നമ്മൾ അവിടെ അത് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി ജഹാംഗീറിന്റെ ആത്മകഥ വളരെ എളുപ്പമാണ്. കാരണം ആൻസർ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും തുസൂക്കി ജഹാംഗീർ. അതുകൊണ്ട് തന്നെ ചോദിക്കാൻ സാധ്യത കുറവാണ്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇത് ഏത് ഭാഷയിലാണെന്നുള്ളതാണ്. പേർഷ്യൻ ഭാഷയിലാണ് ജഹാംഗീറിന്റെ ആത്മകഥയായ തുസൂക്കി ജഹാംഗീർ കാണപ്പെടുന്നത്. അത് ഓർത്തു വെക്കണം. പിന്നെ അടുത്തത് എവിടെയാണ് ജഹാംഗീറിന്റെ ശവകുടീരം എന്ന് ഓർത്തു വയ്ക്കുക. ലാഹോറിലാണ് ജഹാംഗീറിന്റെ ശവകുടീരം കാണപ്പെടുന്നത്. അപ്പൊ ജഹാംഗീറിന്റെ ശവകുടീരം കാണപ്പെടുന്നു ലാഹോറിലാണ് കേട്ടോ. ഇനി ഇദ്ദേഹത്തിന്റെ കാലത്ത് നേരത്തെ നമ്മൾ പറഞ്ഞു, അതായത് സർ വില്യം ഹോക്കിൻസും തോമസ് റോയും വന്നു. രണ്ടുപേരും വന്നത് കച്ചവടത്തിന് വേണ്ടിയിട്ടാണ്. എന്നാൽ വേറൊരു ഇംഗ്ലീഷുകാരൻ വരികയാണ്. അദ്ദേഹത്തിന്റെ പേര് പീറ്റർ മാൻഡി എന്നാണ്. പീറ്റർ മാൻഡി എന്ന ഒരു ഇംഗ്ലീഷുകാരൻ വന്നു. പക്ഷെ അദ്ദേഹം സഞ്ചാരിയായിട്ടാണ് വന്നത്. അപ്പൊ എന്താ പറയുന്നത്, ജഹാംഗീറിന്റെ സദസ്സിൽ വന്ന ഇംഗ്ലീഷ് സഞ്ചാരി ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയുന്നു? ഇംഗ്ലീഷുകാരനാണ്, സഞ്ചാരിയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ട്രാവലർ, അദ്ദേഹത്തിന്റെ പേര് പീറ്റർ മാൻഡി എന്നാണ്. പീറ്റർ മാൻഡി. അങ്ങനെ ജഹാംഗീർ എന്ന് പറയുന്ന ആ വ്യക്തിയുടെ കാലഘട്ടം അവിടെ കഴിയാണ്. ജഹാംഗീറിന് ശേഷം പിന്നെ മുഗൾ ഭരണാധികാരിയായിട്ട് സ്ഥാനമേൽക്കുന്നത് ഷാജഹാൻ എന്ന് പറയുന്ന ഭരണാധികാരിയാണ്. ആരാണ് ഷാജഹാൻ? നമുക്ക് എല്ലാവർക്കും അറിയാം, നിർമ്മിതികളുടെ രാജകുമാരൻ, ശില്പികളുടെ രാജാവ്. മുഗൾ വാസ്തുശില്പകല ഉന്നതിയിലെത്തിയത് ആരുടെ കാലഘട്ടത്തിൽ? മുഗൾ കാലഘട്ടത്തിലെ സുവർണകാലം എന്നറിയപ്പെടുന്നത് ആരുടെ കാലം? ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ഇതിനൊക്കെ ഒരേ ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ, ഷാജഹാനാണ്. അപ്പൊ നിർമ്മിതികളുടെ രാജകുമാരൻ, കുറേയധികം നിർമ്മിതികൾ നമ്മൾ അദ്ദേഹത്തെ കുറിച്ച് പഠിക്കും. അതുകൊണ്ടാണ് നിർമ്മിതികളുടെ രാജകുമാരൻ എന്ന് വിളിക്കുന്നത്. ശില്പികളുടെ രാജാവ് എന്ന് വിശേഷിപ്പിക്കുന്നു. മുഗൾ ആർക്കിടെക്ചർ, അതായത് വാസ്തുശില്പകല ഉന്നതിയിലെത്തിയത് ഷാജഹാന്റെ ഭരണകാലത്താണ്. എന്തുകൊണ്ടും മുഗൾ കാലഘട്ടത്തിലെ സുവർണകാലം എന്ന് വിശേഷിപ്പിക്കുന്നത് ആരുടെ ഭരണകാലമാണ്? ഷാജഹാന്റെയാണ്, അക്ബറിന്റെ അല്ല. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഷിഹാബുദ്ദീൻ മുഹമ്മദ് എന്ന യഥാർത്ഥ നാമം, അതായത് ഷാജഹാന്റെ യഥാർത്ഥ നാമം എന്താണെന്ന് ചോദിച്ചാൽ ഷിഹാബുദ്ദീൻ മുഹമ്മദ് എന്നാണ്. പക്ഷേ കുറേയധികം പരീക്ഷകൾക്ക് ഷിഹാബുദ്ദീൻ മുഹമ്മദ് എന്ന് പറയുന്ന വേർഡിനേക്കാൾ കൂടുതൽ, അല്ലെങ്കിൽ ആ പേരിനേക്കാൾ കൂടുതൽ ചോദിച്ചിട്ടുള്ള ഗുറം എന്നാണ്. അപ്പൊ ഗുറം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് ആരാണ്? ഷാജഹാനാണ്. അപ്പൊ ഗുറം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് ഷാജഹാനാണ്. ഷിഹാബുദ്ദീൻ മുഹമ്മദ് എന്നറിയപ്പെടുന്നത് രാജകുമാരനാണ്. ഇദ്ദേഹത്തിന് മക്കള് ആരൊക്കെയായിരുന്നു? ദാരാ ഷിക്കോവ്, ഷൂജ,
മുറാദ്, ഔറംഗസേബ്, അതുപോലെ തന്നെ ജഹന്നാര എന്നിങ്ങനെ 5 മക്കളുണ്ടായിരുന്നു. അതിൽ ജഹന്നാരയാണ് അദ്ദേഹത്തിന്റെ ഒരേ ഒരു മകൾ എന്നറിയപ്പെടുന്നത്. അപ്പൊ ദാരാ ഷിക്കോ ഉപനിഷത്തുകൾ പേർഷ്യൻ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാരാ ഷിക്കോവ് ആണ്. അപ്പൊ വളരെ പണ്ഡിതനായിട്ടുള്ള ഒരു മകനായിരുന്നു ദാരാ ഷിക്കോവ്. പിന്നെ ഷൂജയുണ്ട്, മുറാദ് ഉണ്ട്, ഔറംഗസേബ് ഉണ്ട്. ഷാജഹാന്റെ കാലം കഴിയുമ്പോൾ, ഷാജഹാന്റെ കാലം കഴിയല്ല ശരിക്കും, അതായത് നമ്മള് ഔറംഗസേബ് പിതാവിനെ തടവിലാക്കിയിട്ട്, പിതാവിനെയും പെങ്ങളെയും തടവിലാക്കിയിട്ടാണ് അടുത്ത ഭരണാധികാരിയായി വരുന്നത്. അല്ലാതെ ഷാജഹാന്റെ കാലം കഴിഞ്ഞിട്ട് വരുന്നതല്ല കേട്ടോ. അപ്പൊ അടുത്ത ഭരണാധികാരി നമ്മൾ പഠിക്കുന്നത് ഔറംഗസീബാണ്. അപ്പൊ ദാരാ ഷിക്കോവ്, ഷൂജ, മുറാദ്, ഔറംഗസീബ്, ജഹന്നാര തുടങ്ങിയ മക്കൾ ആർക്കുണ്ട്? ഷാജഹാൻ ഉണ്ട്. അപ്പൊ നമുക്ക് നേരത്തെ പറഞ്ഞല്ലോ തടവിലാക്കിയിട്ടാണ്. അപ്പൊ സ്വന്തം മകനാൽ തടവിലാക്കപ്പെട്ട മുഗൾ ഭരണാധികാരി ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരുടെ പേര് പറയാം? ഷാജഹാന്റെ പേര് പറയാം. ഇനി അപ്പൊ നമ്മൾ പറഞ്ഞു നിർമ്മിതികളുടെ രാജകുമാരനാണ്, ശില്പികളുടെ രാജാവാണ് ഷാജഹാൻ. അതുകൊണ്ട് തന്നെ ഈ ഷാജഹാന്റെ നിർമ്മിതികൾ ഒന്ന് പഠിച്ചാലോ? വളരെ പ്രശസ്തമായിട്ടുള്ള ഷാജഹാന്റെ നിർമ്മിതിയാണ് താജ്മഹൽ. നമുക്കറിയാം അല്ലെ, ആഗ്രയിൽ യമുന നദീ തീരത്താണ് എന്ത് കാണപ്പെടുന്നത്? താജ്മഹൽ കാണപ്പെടുന്നത്. ഇനി അദ്ദേഹത്തിന്റെ എന്താ പറയാ പത്നിയായ ആരുടെ? മുംതാസ് മഹലിന്റെ അല്ലെങ്കിൽ അജുമാൻ ബാനു ബീഗത്തിന്റെ ഓർമ്മയ്ക്കായിട്ട് ഷാജഹാൻ പണിതതാണ്. അപ്പോ ഷാജഹാന്റെ പത്നിയുടെ പേര് മുംതാസ് മഹൽ അഥവാ അജുമാൻ ബാനു ബീഗം എന്നാണ്. ഈ താജ്മഹലിന്റെ പഴയ പേരും മുംതാസ് മഹൽ എന്നായിരുന്നു. പിന്നീടാണ് താജ്മഹൽ എന്ന പേര് വന്നത്. താജ്മഹല് 17-ാം നൂറ്റാണ്ടിൽ പണിത ഒരു കെട്ടിടമാണ്. ഇതിന്റെ ഉയരം 240 അടി ഉയരമുണ്ട്. 240 അടി ഉയരം ഉള്ളതാണ് താജ്മഹല്. ഇതിന്റെ താജ്മഹലിന്റെ ശില്പി ഇറാൻകാരനായ ഉസ്താദ് ഈസയാണ്. അപ്പൊ താജ്മഹൽ പണിതത് ആരാണ്? ഇറാൻകാരനായ ഉസ്താദ് ഈസ എന്ന് പറയുന്ന വ്യക്തിയാണ് എന്ത് പണിതത്? താജ്മഹൽ പണിതത് എന്ന് ഓർത്തു വയ്ക്കുക. ഇറാൻകാരനായ ഉസ്താദ് ഈസയാണ് എന്ത് പണിതത്? താജ്മഹൽ പണിതത്. ഇനി അടുത്തത്, ഇന്ത്യയില് ഈ താജ്മഹലിന് കുറെ അധികം വിശേഷണങ്ങൾ ഉണ്ട് കേട്ടോ. എന്തൊക്കെയാണ്? അതായത് മാർബിളിലെ ഇതിഹാസം, വെണ്ണക്കല്ലിലെ പ്രണയകാവ്യം, അതുപോലെ എന്താ പറയുന്നത്, ഡ്രീം ഇൻ മാർബിൾ, കല്ലിലെ കാവ്യം, കല്ലിലെ ഭാവഗീതം എന്നൊക്കെ പറയണത് ഏതിനെയാണ്? താജ്മഹലിനെയാണ് എന്ന് ഓർക്കുക. കാലത്തിന്റെ കവിൾത്തടത്തിലെ കണ്ണുനീർ തുള്ളി എന്ന് ടാഗോർ വിശേഷിപ്പിച്ചതും ഏതിനെ തന്നെയാണ്? താജ്മഹലിനെ തന്നെയാണ്. അപ്പൊ താജ്മഹലിന്റെ ശില്പി ഇറാൻകാരനായ ഉസ്താദ് ഈസയാണെങ്കിൽ താജ്മഹലിന്റെ ഡിസൈനർ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജെറോനിമോ വോറങ്കോ എന്ന് പറയുന്ന ആളാണ്. അപ്പൊ ജെറോനിമോ വോറങ്കോ എന്ന് പറയുന്ന ആളാണ് താജ്മഹലിന്റെ ഡിസൈനർ. താജ്മഹലിന്റെ ശില്പി ഇറാൻകാരനായ ഉസ്താദ് ഈസയാണ്. പണിതത് 17-ാം നൂറ്റാണ്ടിലാണ്. ആഗ്രയിൽ യമുന നദീ തീരത്താണ്. ആദ്യത്തെ പേര് മുംതാസ് മഹൽ എന്നാണ്. ഇത്രയും കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടത് ഓർത്തു വെക്കണം. ഈ ഷാജഹാൻ ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ ശവകുടീരം കാണപ്പെടുന്നത് എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാലും താജ്മഹലിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവനവൻ നിർമ്മിച്ച ശവകുടീരത്തിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മുഗൾ ചക്രവർത്തി എന്ന് നമുക്ക് ആരെ വിശേഷിപ്പിക്കാം? ഷാജഹാനെ വിശേഷിപ്പിക്കാം കേട്ടോ. അപ്പോ ഒരു നിർമ്മിതി കഴിയാണ് താജ്മഹൽ. അടുത്തത്, ആഗ്രയിൽ മോത്തി മസ്ജിദ് പണിതത് ഷാജഹാനാണ്. ആഗ്രയിലെ മോത്തി മസ്ജിദ്. നെക്സ്റ്റ് വൺ, ഡൽഹിയിലെ ജുമാ മസ്ജിദ് പണിതതും ഷാജഹാനാണ്. ഡൽഹിയിലെ ജുമാ മസ്ജിദ്. അടുത്ത നിങ്ങൾ എല്ലാവർക്കും അറിയുന്ന ഒരു ചോദ്യമാണ് ലാൽക്കില. ലാൽക്കില എന്ന് പറയുമ്പോൾ അറിയില്ലെങ്കിലും ചെങ്കോട്ട എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. അപ്പൊ ലാൽക്കില അഥവാ ചെങ്കോട്ട നിർമ്മിച്ചത് ഷാജഹാനാണ്. അതിന് 4 ഭാഗങ്ങളുണ്ട്: ദിവാനി ആം, ദിവാനി ഗാസ്, രംഗ് മഹൽ, മോത്തി മഹൽ. ദിവാനി ആം, ദിവാനി ഗാസ്, രംഗ് മഹൽ, മോത്തി മഹൽ എന്നുള്ളതാണ് ഈ ലാൽക്കില അല്ലെങ്കിൽ ചെങ്കോട്ടയുടെ 4 ഭാഗങ്ങള്. അതില് ദിവാനി ഗാസിനെ പറയുന്നു, അല്ലെങ്കിൽ ദിവാനി ഗാസിന് എഴുതി വെച്ചിരിക്കുന്നു എന്നൊക്കെ പല പുസ്തകങ്ങളിൽ പല രീതിയിൽ പറയുന്നുണ്ട്. എന്ത്? ഭൂമിയിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ അത് ഇതാണ്, ഇതാണ്, ഇതാണ് എന്ന് എഴുതി വെച്ചിരിക്കുന്നത് എവിടെയാണ്? ദിവാനി ഗാസിലാണ്. എന്താ ദിവാനി ഗാസിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഷാജഹാൻ പ്രജകളുടെ പരാതി കേട്ടിരുന്നത് എവിടെ വെച്ചിട്ടാണ്? ദിവാനി ഗാസിൽ വെച്ചിട്ടാണ് കേട്ടോ. ഇനി ഈ ചെങ്കോട്ടയ്ക്ക് ഒരു കവാടുണ്ട്. ഡൽഹിയിലെ ലാഹോർ ഗേറ്റ് എന്നാണ് അതിന്റെ പേര്. അത് പണിതതും ആരാണ്? ഷാജഹാനാണ്. ഇനി ചെങ്കോട്ടയ്ക്കുള്ളില് ഒരു മയൂര സിംഹാസനം ഉണ്ട്. 24 മയിലുകളോട് കൂടിയ മയൂര സിംഹാസനം പണിതതും ഷാജഹാൻ തന്നെയാണ്.
മയൂര സിംഹാസനം ദിവാനി ആം എന്ന പ്രൈവറ്റ് റൂമിലൊക്കെയാണ് സൂക്ഷിച്ചിരുന്നത്. പക്ഷേ മയൂര സിംഹാസനവും അതിലുണ്ടായിരുന്ന കോഹിനൂർ രത്നവും ഇന്ത്യയില് 1739 ഒരു ആള് ഇന്ത്യ ആക്രമിക്കുകയാണ്. പേർഷ്യൻ നെപ്പോളിയൻ എന്നെല്ലാവരും വിശേഷിപ്പിക്കുന്ന നാദിർ ഷാ അദ്ദേഹം ഇവിടുന്ന് അടിച്ചുകൊണ്ട് പോവാണ്. എന്ത്, നമ്മുടെ മയൂര സിംഹാസനവും കോഹിനൂർ രത്നവും ഒക്കെ കേട്ടോ. ഇനി ഡൽഹിയിലെ ഒരു ഷാലിമാർ പൂന്തോട്ടുണ്ട്, അത് പണിതു ഷാജഹാൻ. ലാഹോറിൽ ഒരു ഷാലിമാർ പൂന്തോട്ടുണ്ട്, അതും ഷാജഹാൻ പണിതു. വളരെയധികം കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന, എപ്പോഴും തെറ്റാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങളാണ്, അപ്പൊ ശ്രദ്ധിച്ച് പഠിക്കണം ട്ടോ. ഇനി ഷാജഹാൻ തലസ്ഥാനം എവിടെയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും ഷാജഹാന്റെ ക്യാപിറ്റൽ ഡൽഹിയാണ്. പക്ഷെ അതിനു മുമ്പ് ഷാജഹാൻ ഒരു തലസ്ഥാന നഗരം പണിതിരുന്നു, ഷാജഹാനാബാദ്. അപ്പൊ അത് പണിതതും ഷാജഹാനാണ്. അതിനൊരു കവാടം ഷാജഹാൻ ഉണ്ടാക്കി, അതിന്റെ പേര് കാശ്മീർ ഗേറ്റ് എന്നാണ്. അപ്പൊ ഈ ഷാജഹാനാബാദ് ഡൽഹിയിലാണ്. ഷാജഹാനാബാദിന്റെ കവാടമായ ഡൽഹിയിലെ കാശ്മീർ ഗേറ്റ് പണിതതും ആരെന്നെയാണ്? ഷാജഹാനാണ്. അപ്പൊ എന്തോരം നിർമ്മിതികളാണ് ഷാജഹാന്റെ വക. ഷാജഹാൻ പാവം അതിന് ഇത്രയും നിർമ്മിതികളൊക്കെ പണിത്, ഭാര്യ ഉണ്ടായിരുന്നു, ഭാര്യ നഷ്ടപ്പെട്ടു, അവർക്ക് വേണ്ടിയിട്ട് ഒരു എന്താ പറയുന്നത് വലിയൊരു ശവകുടീരം തന്നെ പണിതു. ഇതൊക്കെ കഴിഞ്ഞ് സ്വന്തം മകനാൽ തടവിലാക്കപ്പെടുകയും മകളുടെ കൂടെ തടവിൽ ആക്കപ്പെടുകയും ജഹന്നാരയുടെ കൂടെ തടവിലാക്കപ്പെടുകയും ചെയ്ത വ്യക്തിയാണ്. അങ്ങനെ അച്ഛനെ തടവിലാക്കി അല്ലെങ്കിൽ പിതാവിനെ തടവിലാക്കി ഔറംഗസീബ് ഭരണത്തിൽ വരികയാണ്. മുഹിയുദ്ദീൻ മുഹമ്മദ് എന്നാണ് ഔറംഗസീബിന്റെ ശരിക്കുള്ള പേര്. ഔറംഗസീബ് എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം ഗംഭീരാണ്, കിരീടത്തിലെ അഹങ്കാരം എന്നൊക്കെയാണ്. സോറി, കിരീടത്തിലെ അലങ്കാരം ട്ടോ, അഹങ്കാരമല്ല. ഔറംഗസീബ് എന്നാൽ കിരീടത്തിൽ, ഭയങ്കര അഹങ്കാരിയായിരുന്നു അദ്ദേഹം. കിരീടത്തിലെ അലങ്കാരം എന്നാണ്. അതായത് ഇപ്പോ എന്താണ് അങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ, ഭയങ്കര വിസ്തൃതി, മുഗൾ സാമ്രാജ്യം കുറേയധികം വിസ്തൃതി കൂട്ടിയത് ഇദ്ദേഹത്തിന്റെ കാലത്താണ്. അപ്പൊ മുഗൾ കാലഘട്ടത്തിലെ അവസാനത്തെ ചക്രവർത്തി എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? ഔറംഗസീബിനെയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ആലംഗീർ എന്ന് വിളിക്കുന്നു. ആലംഗീർ എന്ന് പറഞ്ഞാൽ കുറെ ഏരിയ കീഴടക്കിയവൻ എന്നാണ് അർത്ഥം. സിന്ധപീർ എന്ന് വിളിക്കുന്നു. സിന്ധപീർ എന്ന് പറഞ്ഞാൽ അറിയോ നിങ്ങൾക്ക്? ജീവിച്ചിരിക്കണ സന്യാസി എന്നാണ്. ഇത്രയും ഏരിയ ഒക്കെ വെട്ടിപ്പിടിക്കുകയും ഭയങ്കര ദേഷ്യക്കാരനും അങ്ങനെയൊക്കെ കൊട്ടാരത്തിൽ നൃത്തവും സംഗീതവും വരെ വേണ്ടാന്ന് നോക്കുകയൊക്കെ ചെയ്ത ആളാണ്. പക്ഷേ വേറൊരു കാര്യമുണ്ട്, കൊട്ടാരത്തിലെ അല്ലെങ്കിൽ ഖജനാവിലെ 10 പൈസ എടുത്ത സ്വന്തം കാര്യങ്ങളൊന്നും അദ്ദേഹം ചെയ്യില്ലായിരുന്നു. ഒരു സന്യാസി ജീവിതം നയിച്ചിട്ടുള്ള വ്യക്തിയായിരുന്നു. ജീവിതത്തിൽ അദ്ദേഹത്തിന്റെ എന്താ പറയുക പേഴ്സണൽ ആയിട്ടുള്ള ജീവിതത്തിൽ ഒരു സന്യാസിയുടെ പോലെയായിരുന്നു. അപ്പൊ സന്യാസിയായ മുഗൾ ചക്രവർത്തി അല്ലെങ്കിൽ സിന്ധ് പീർ, ജീവിച്ചിരിക്കുന്ന സന്യാസി എന്നൊക്കെ അദ്ദേഹത്തെ വിളിക്കാനുള്ള കാരണം അതാണ്. അപ്പൊ മുഗൾ സാമ്രാജ്യം വിസ്തൃതിയായി, കൊട്ടാരത്തിലെ നൃത്തവും സംഗീതവും ഒക്കെ ഉപേക്ഷിച്ചു. പക്ഷേ ജസിയ എന്ന് പറയുന്ന നികുതി പുനരാരംഭിച്ചു. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ക്രൂരത ചെയ്തിട്ടുണ്ട്, അച്ഛനെ അല്ലെങ്കിൽ പെങ്ങളെ തടവിലാക്കി ഭരണം ഏറ്റെടുത്തു, കുറെ ഏരിയ ആൾക്കാരെ മുഴുവൻ കൊന്നും കൊല വിളിച്ചും കുറെ ഏരിയ ഒക്കെ വെട്ടിപ്പിടിച്ച് വിസ്തൃതി കൂട്ടി, അങ്ങനെയൊക്കെ ചെയ്തു. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ജസിയയുടെ കാര്യം, മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ആ ജസിയ വീണ്ടും പുനഃസ്ഥാപിക്കുകയാണ്. ജസിയ എന്ന നികുതി വീണ്ടും പുനഃസ്ഥാപിച്ചതും ഇദ്ദേഹമാണ്. ഇനി പക്ഷെ ഇദ്ദേഹത്തിനുണ്ടായ ഒരു പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, മറാത്ത സാമ്രാജ്യത്തിലെ ശിവജി എന്ന് പറയുന്ന ഭരണാധികാരി ഉണ്ട്. എന്നും ശിവജിയും ഔറംഗസീബും തമ്മിൽ ദുഃഖാണ്, സോറി തല്ലൂട്ടാണ്, അതായത് അടിയാണ്, എപ്പോഴും അടിയാണ് അവര്. അങ്ങനെ നിരന്തരം യുദ്ധത്തിൽ ഏർപ്പെട്ട 1665 ശിവജിയും ഔറംഗസീബും തമ്മിൽ എന്താ പറയാ ഒരു ഉടമ്പടി തന്നെ ഔറംഗസീബിനെ ഒപ്പുവെക്കേണ്ടി വന്നു. ആള് മൊത്തത്തിൽ ദുഃഖത്തിലായി. ആ ഉടമ്പടിയുടെ പേര് പുരന്തർ സന്ധി എന്നാണ് കേട്ടോ. ശിവജിയും ഔറംഗസീബും തമ്മിൽ നടത്തിയ ഉടമ്പടിയുടെ പേര്, യുദ്ധത്തിൽ തോൽക്കുമ്പോൾ ഉടമ്പടി വെക്കൂല, ആ ഉടമ്പടിയുടെ പേര് എന്താണ്? പുരന്തർ സന്ധി എന്നാണ് കേട്ടോ. ഇനി അടുത്തത്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇദ്ദേഹവും ഒരു സിഖ് ഗുരുവിനെ വധിച്ചിട്ടുണ്ട്, 9ാമത്തെ സിഖ് ഗുരു. ഇദ്ദേഹം ഭയങ്കര മതഭ്രാന്തനാണ്, അതായത് മുസ്ലിം മതത്തോട് ഭയങ്കര ഒരു ഭ്രാന്തനായിരുന്നു. നമ്മള് മതവിശ്വാസിയാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ ഇത് മതവിശ്വാസിയാണ് അതേപോലെ തന്നെ മതഭ്രാന്തനാണ്. അപ്പൊ മുസ്ലിം മതം സ്വീകരിക്കുക ആരോട് പറയാണ്? സിഖ് ഗുരുവിനോട് പറയാണ്. അദ്ദേഹം സ്വീകരിക്കുകയോ. അപ്പൊ 9ാമത്തെ ഗുരുവായ തേജ് ബഹാദൂറിനെ ഔറംഗസീബ് വധിക്കുകയും ചെയ്തു. അപ്പൊ ഔറംഗസീബ് വധിച്ച സിഖ് ഗുരു ആരാണ്? ഗുരു തേജ് ബഹാദൂർ ആണ് കേട്ടോ. ഇനി ഔറംഗസീബ് 1707 മരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ശവകുടീരം ദൗലത്താബാദ് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇനി ഒരു കാര്യം ഓർക്കണം, ഔറംഗസേബിന്റെ കാലത്ത് ഒരു ഇറ്റാലിയൻ സഞ്ചാരി മുഗൾ രാജകൊട്ടാരത്തിൽ സന്ദർശിക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ പേര് നിക്കോളോ മനുച്ചി എന്നാണ്. അപ്പൊ ഔറംഗസേബിന്റെ കാലത്ത് ഇന്ത്യ സന്ദർശിച്ച വിദേശ സഞ്ചാരി ആരാണ്? നിക്കോളോ മനുച്ചി. ഇനി ഔറംഗസീബിന് പത്നിയുണ്ട്, അവരുടെ പേര് റാബിയ ദുരാനി എന്നാണ്. റാബിയ ദുരാനി. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ഔറംഗസീബ് അപ്പൊ ഭയങ്കര ഭാര്യ സ്നേഹിക്കുകയായിരുന്നു. അവർക്ക് വേണ്ടിയിട്ട് നല്ലൊരു ശവകുടീരം തന്നെ, പത്നിക്ക് വേണ്ടി ഒരു ശവകുടീരമൊക്കെ പണിതു. പത്നി മരിച്ചപ്പോ അതിനെ വിളിക്കുന്നത് ബീബി കം അക്ബർ
മക്ബാര എന്നാണ്. ഔറംഗാബാദിലാണ് ബീബി കാ മക്ബാര കേട്ടോ. ഇതിനെ മറ്റുള്ളവർ വിശേഷിപ്പിക്കുന്നത് മിനി താജ്മഹൽ അല്ലെങ്കിൽ പാവങ്ങളുടെ താജ്മഹൽ എന്നാണ്. അപ്പൊ അച്ഛൻ പണിതത്ര രീതിയിൽ പണിയാനായിട്ട് പറ്റിയില്ല. അപ്പൊ മിനി താജ്മഹൽ അഥവാ പാവങ്ങളുടെ താജ്മഹൽ എന്നറിയപ്പെടുന്ന ബീബി കാ മക്ബാര ഔറംഗസേബ് അദ്ദേഹത്തിന്റെ പത്നിയായ റാബിയ ദുരാനിക്ക് വേണ്ടി പണിതതാണ് എന്നും കൂടി ഓർത്തു വെക്കുക. അടുത്തത് ഔറംഗസീബ് 1707 മരിക്കുകയാണ്. പിന്നീട് വരുന്നത് ബഹദൂർ ഷാ ഒന്നാമനൊക്കെയാണ്. പക്ഷെ പിന്നീട് വരുന്ന ഭരണാധികാരികൾ ഒന്നും തന്നെ വലിയ കാര്യമുള്ള ആൾക്കാരായിരുന്നില്ല. 1757 പിന്നെ പ്ലാസി യുദ്ധം നടന്നു. അതിനുശേഷം 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്നു. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒന്നാം സ്വാതന്ത്ര്യ സമര കാലത്ത് മുഗൾ ഭരണാധികാരിയായിരുന്നു ബഹദൂർ ഷാ രണ്ടാമൻ. അദ്ദേഹമാണ് മുഗൾ സാമ്രാജ്യത്തിലെ അവസാന ഭരണാധികാരി എന്ന പേരിൽ അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം എവിടേക്കാണ്, റങ്കൂണിലേക്ക് നാടുകടത്തുകയാണ്. അങ്ങനെ ബഹദൂർ ഷാ രണ്ടാമന്റെ ശവകുടീരം കാണപ്പെടുന്നത് റങ്കൂണിലാണ്. അങ്ങനെ നമ്മുടെ മുഗൾ സാമ്രാജ്യത്തിലെ ഭരണാധികാരികളുടെ അവസാനമായി. ഇതോടുകൂടി മുഗൾ സാമ്രാജ്യം കഴിഞ്ഞു. ഇനി കഴിഞ്ഞിട്ടില്ല, നമുക്ക് മെഡീവൽ ഇന്ത്യ അവസാനിപ്പിക്കണമെങ്കിൽ ഇനി നമുക്ക് മറാത്ത സാമ്രാജ്യം, കൃഷ്ണദേവരായര്, അതുപോലെ തന്നെ പിന്നെന്താ പറയേണ്ടത്, ചോള സാമ്രാജ്യം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിയുമ്പോഴാണ് മെഡീവൽ ഇന്ത്യ കഴിയുള്ളൂ. അത് നമുക്ക് ഒരു ക്ലാസ്സിൽ അവസാനിപ്പിക്കാം. അപ്പൊ മെഡീവൽ ഇന്ത്യ എന്ന് പറയുന്ന ഭാഗം കഴിയും. അപ്പൊ നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണില്ലേ, അതായത് ഒരു കഥ പോലെ പരമാവധി നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട്. എന്റെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായി ചാനൽ കാണുന്ന കുട്ടികളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ ലഭിക്കുകയും ചെയ്യും. അപ്പൊ അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ.